മറ്റുള്ളവർക്കില്ലാത്ത വേദനകളും പരിശോധനകളും കഷ്ടതകളും അപമാനങ്ങളും താഴ്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഞാൻ എന്റെ ദൈവത്തിന്റെ ഒരു പരീക്ഷണ വസ്തുവാണോ? മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഇത്ര ശോധന എനിക്കെന്തുകൊണ്ടാണ്? ഇന്ന് ശുദ്ധാത്മാ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഈ പറഞ്ഞ ശൂന്യതകളുടെ നടുവിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം, ദൈവത്തിന്റെ പരീക്ഷണശാലയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് മറ്റുള്ളവരുടെ ജീവിതമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. വലിയൊരു ദൈവ മഹത്വം നിങ്ങളിലൂടെ ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ്. നിങ്ങളിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. എന്നോട് ഞാൻ പറയാം, പരീക്ഷണശാലയാണ് എന്റെ ജീവിതമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, അതൊരു പരീക്ഷണശാലയ്ക്ക് അപ്പുറമായി മഹത്വം വെളിപ്പെടുന്ന ദൈവത്തിന്റെ കീർത്തിയായി മാറുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ശൂന്യത, നിങ്ങളുടെ പോരായ്മ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, ഇതെല്ലാം ഒരു ദൈവത്തിന്റെ പരീക്ഷണശാലയെന്നോ അല്ലെങ്കിൽ ദൈവമഹത്വമാണ്. നിരാശപ്പെടേണ്ട. നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു ഫീൽഡാണ്.